ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ എക്കണോമിക്സ് എങ്ങനെ പഠിച്ചു തീർക്കണം, ഇതുവരെ എങ്ങും എത്തിയിട്ടില്ലാതെയൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാകും. 21-ാം തീയതിയാണ് നമുക്ക് എക്കണോമിക്സ് വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ 18-ാം തീയതി ആയിട്ടുണ്ട്. 18, 19, 20 3 ദിവസമാണുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് സെക്കൻഡ് ലാംഗ്വേജും ഉണ്ട്. അപ്പോൾ ഈ വരുന്ന 3 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എക്കണോമിക്സ് നല്ലൊരു മാർക്ക് നേടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്, പറ്റും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട്? ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ 100% ഷുവറാണ് നിങ്ങൾക്ക് 70-ന് മുകളിൽ മാർക്ക് എന്തായാലും നേടാൻ പറ്റും. എക്സാം ടഫ് അല്ലെങ്കിൽ 80-ൽ 80ഉം നേടാം. ഓക്കെ, എക്സാം ടഫ് ആണെങ്കിൽ 70, അതല്ലെങ്കിൽ 80-ൽ 80 നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഇനിയുള്ള വീഡിയോസിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഈ വീഡിയോയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് പറയുന്നു. അതിനുശേഷം 1, 2, 3, 4 എന്ന് പറഞ്ഞൊരു സീരീസ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോയിൽ തന്നെ 5-6 ക്വസ്റ്റ്യൻസ്, ചെറുതൊക്കെ ആണെങ്കിൽ 5-8 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യണം. ഡിസ്ക്രിപ്ഷനിലായിരിക്കും ഓർഡർ അനുസരിച്ചിട്ട് ആ വീഡിയോസിൻ്റെ ലിങ്ക് ഉണ്ടാകുക. ദെൻ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട്, ഇത് ഓക്കെ ആണോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, കോൺഫിഡൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുന്നത് വളരെ കുറവാണ്. എല്ലാവരും വീഡിയോ നിർബന്ധമായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അടുത്തടുത്ത വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉത്സാഹം കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേ. ഈ വീഡിയോയ്ക്ക് എത്ര ലൈക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് സ്പീഡിൽ നമ്മൾ ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. സോ 80-ൽ 70+ അല്ലെങ്കിൽ 80-ൽ 80 എക്സാം ഈസി ആണെങ്കിൽ 80-ൽ 80 സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ തിയറിയും മുഴുവൻ പ്രോബ്ലംസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നമ്മൾ എന്തൊക്കെ പഠിക്കണം. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന 2 മെത്തേഡാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളൂ. 3 മെത്തേഡും ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആൻസേഴ്സിൽ 3 മെത്തേഡും ചെയ്യും കേട്ടോ. RBIയുടെ മോണിറ്ററി പോളിസീസ് ചോദിക്കുമ്പോൾ ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സും എഴുതണം, ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സും എഴുതണം. TC, TFC, TVC, SAC, AVC, SMC കാണാനും അതിൽ ഏതെങ്കിലും 1-2 ഗ്രാഫ് വരയ്ക്കാനും ചിലപ്പോൾ ചോദിച്ചേക്കാം. പിന്നെ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ 3 കണ്ടീഷൻസ് എന്തൊക്കെ നിർബന്ധമായിട്ട് പഠിക്കണം. സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ വിത്ത് അതിൻ്റെ സ്യൂട്ടബിൾ ഡയഗ്രം വരയ്ക്കാൻ പഠിക്കണം. AP, MP തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഒരു 2 സെക്ടർ എക്കോണമിയിൽ അഗ്രിഗേറ്റഡ് ഡിമാൻഡ് എന്താണ്, ഇത് ഇൻകം ഡിറ്റർമിനേഷൻ എന്ന ചാപ്റ്ററിലെയാണ്. അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കമ്പോണൻസ് എന്തൊക്കെയാണ്. മാർക്കറ്റ് ഇക്വിലിബ്രിയം ഗ്രാഫോട് കൂടി വരയ്ക്കാൻ പഠിക്കണം. ഇത് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന മൈക്രോ എക്കണോമിക്സിലെ ചാപ്റ്ററാണ്. അതിൽ തന്നെ ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കാണാനുള്ള ഒരു പ്രോബ്ലം വീഡിയോയും ഉണ്ടാകും. ദെൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം മേ ബി ചോദിച്ചേക്കാം 5 മാർക്കിന്. അപ്പോൾ അത് നമ്മൾ പഠിക്കണം. മൈക്രോയിലെ 2ാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. കമ്പയർ ദ ഫ്ലോ ചാർട്ട്. ഇത് ഫ്ലോ ചാർട്ടായിട്ടോ അല്ലാതെയോ ചോദിച്ചേക്കാട്ടോ. ഗവൺമെൻറ് ബഡ്ജറ്റ്, റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും വരുന്നത്. ദെൻ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷനും ഹൊറിസോണൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കണ്ട് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ 5 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. സെൻട്രൽ പ്രോബ്ലംസ് ഏതിൽ 2 ഇവിടെ ചോദിച്ചിരിക്കുന്നു. 3 പ്രോബ്ലംസ് ഉണ്ട്. 3 പഠിക്കണം. 5 മാർക്കിന് 3 മാർക്കിന് വരാവുന്നതാണ്. റൈറ്റ് എ ഷോർട്ട് ഔട്ട് ഓൺ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. പഠിക്കുമ്പോൾ ഫ്ലെക്സിബിൾ മാത്രം പഠിക്കാൻ പാടില്ല. ഫ്ലെക്സിബിൾ പഠിക്കണം, ഫിക്സഡ് പഠിക്കണം, മാനേജ്ഡ് ഫ്ലോട്ടിങ് പഠിക്കണം. ഓക്കെ, ദെൻ ഗ്രേറ്റ് ഡിപ്രഷൻ 1930s. ഇത് പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് കൂടി പഠിച്ചു പോകണം. കൺസംഷൻ കൂടും ക്യാപിറ്റലും കൂടും തമ്മിലുള്ള എക്സാമ്പിൾ ഡിഫറൻസ്. പ്രൈസ് സീലിംഗും പഠിക്കുമ്പോൾ എന്ത് ചെയ്തോളണം, പ്രൈസ് ഫ്ലോറും നമ്മൾ പഠിച്ചോളണം. റിട്ടേൺസ് സ്കെയിൽ പഠിക്കുമ്പോൾ റിട്ടേൺസ് ടു ഫാക്ടറും നമ്മൾ പഠിച്ചോളണം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ബാലൻസ് ഓഫ് ട്രേഡും തമ്മിലുള്ള ഡിഫറൻസ്. ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം പഠിക്കണം. പബ്ലിക് ഗുഡ് പഠിക്കുമ്പോൾ പ്രൈവറ്റ് ഗുഡും പഠിക്കുക. മണിയുടെ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, മണിയുടെ ഫങ്ഷൻസ് 2 ചോദിച്ചിട്ടുള്ളൂ. 5 ഫങ്ഷൻ 5ഉം പഠിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഓൾറെഡി പറഞ്ഞു. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാൻ പഠിക്കണം. എക്സസ് ഡിമാൻഡ് എന്താണ്, എക്സസ് സപ്ലൈ എന്താണ്, GDP ഡിഫ്ലേറ്റർ എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും കോംപ്ലിമെൻ്ററി ഗുഡും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ ഒരു പ്രോബ്ലം 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിനോ ചോദിക്കാവുന്നതാണ്. 3 ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. എക്കോണമിയിലെ സെൻട്രൽ പ്രോബ്ലംസ് പഠിക്കണം. ദെൻ ഒരു പ്രോബ്ലം, ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ വെച്ചിട്ട് ഡെൽറ്റ വൈ ചേഞ്ച് ഇൻ ഇൻകം കാണാനുള്ള ഒരു പ്രോബ്ലമാണ്, അത് പഠിക്കണം. മാക്രോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ 4 സെക്ടേഴ്സ് ഏതൊക്കെയാണ്.
ദെൻ ഷിഫ്റ്റുകൾ, ഡിമാൻഡ് കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, സപ്ലൈ കോൺസ്റ്റന്റ് ആകുന്നു, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളത് പഠിക്കണം. ഡീവാലുവേഷനും റീവാലുവേഷനും എന്താണെന്ന് പഠിക്കണം. മാർക്കറ്റ് എക്കോണമി പഠിക്കുമ്പോൾ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയും പഠിക്കണം, മിക്സഡ് എക്കോണമിയും പഠിക്കണം. ഇന്റർമീഡിയറ്റ് ഗുഡ് എന്താണെന്ന് പഠിക്കണം. മണി മൾട്ടിപ്ലയർ കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്, അതൊരു പ്രോബ്ലം ആയി ചോദിക്കാം. ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ഒബ്ജക്റ്റീവ്സ്, റിട്ടേൺസ് സ്കെയിലിന്റെ സ്റ്റേജസ്, GDP എന്ന് പറയുന്നത് നമുക്കൊരു എക്കണോമിക് വെൽഫെയറിന് ഇൻഡിക്കേറ്റർ ആക്കാൻ സാധിക്കില്ലാത്തതിന് 3 ലിമിറ്റേഷൻസ്. ദെൻ ഓപ്പൺ മാർക്കറ്റിലെ ആ ഒരു 3 ലിങ്കേജസ് ഉണ്ടല്ലോ, ലിങ്കേജസ് പഠിക്കണം. MPCയും MPSും തമ്മിലുള്ള ഡിഫറൻസ്, MPC തന്നാൽ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എങ്ങനെ കാണാം, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ലീനിയർ ഡിമാൻഡ് കർവിൽ ഇതെല്ലാം പ്ലോട്ട് ചെയ്യാൻ ചോദിച്ചേക്കാം. BOPയും BOTയും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം, BOPയിൽ എന്തൊക്കെ വരുന്നു, ഓരോ അക്കൗണ്ടിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളത്. ദെൻ NNP, MP, NNP, FC കാണാൻ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാം. LRACയും LRMCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ക്ലാസിഫൈ ചെയ്യാൻ, ഫേമിന്റെ സപ്ലൈ കർവിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെ, M1, M2, M3, M4ഉം പഠിക്കണം. ദെൻ മണി മൾട്ടിപ്ലയർ, വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ കാണാൻ പഠിക്കണം. ഷോർട്ട് റണ്ണും ലോങ് റണ്ണും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. യൂട്ടിലിറ്റി തിയറീസ് 3 എണ്ണം ഉണ്ട്, അതിൽ കാർഡിനൽ ഉണ്ട്, ഓർഡിനൽ ഉണ്ട്, റിവീൽഡ് ഉണ്ട്. 3 ആരുടെ ഇതൊക്കെയാണെന്ന് പഠിക്കണം. ദെൻ ഈ ഇക്വേഷൻസ് മാച്ച് ഫോളോയിങ് ആയിട്ട് പഠിക്കണം. ദെൻ മണിയുടെ മോട്ടീവ്സ് നമ്മൾ പഠിക്കണം, മണിയുടെ ഫങ്ഷൻസ് പഠിക്കണം. ഷോർട്ട് റണ്ണും ലോങ് റണ്ണും തമ്മിലുള്ള ഡിഫറൻസ്, എന്താണ് സ്പ്രെഡ്, എന്താണ് പ്രൈസ് ലൈൻ, മാച്ച് ഫോളോയിങ്, അതായത് ആ ഒരു ഡെഫിനീഷൻസും ആ ഡെഫിനീഷൻ്റെ ഓതേഴ്സും അവരുടെ ബുക്കിൻ്റെ പേരും അവരുടെ ഇയറും പഠിച്ചിരിക്കണം കേട്ടോ. ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഡ്രോബാക്സ് പഠിക്കണം. GDP ഡിഫ്ലേറ്ററിൻ്റെ ഒരു പ്രോബ്ലം, CRR SLR എന്താണ്, CRR തന്നാൽ നമ്മൾ എങ്ങനെ ടോട്ടൽ മണി നമ്മൾ കാണും എന്നുള്ളൊരു പ്രോബ്ലം, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ദെൻ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഒക്കെ ഈ കർവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആകുമ്പോൾ ഇക്വിലിബ്രിയം പ്രൈസിനും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ആൻഡ് തിയറീസ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഷുവറാണ് 70-ലധികം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ വീഡിയോസാണ് ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ എപ്പോഴും എന്ത് ചെയ്യാം, ലാസ്റ്റ് വരെ കാണാം. ദെൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്